ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ടയുടെ ആക്റ്റീവ വണ്ടി. അത് ടെസ്റ്റ് വർക്ക് ആയിട്ടുണ്ട്. നമുക്ക് 15 വർഷം കഴിഞ്ഞിട്ട് ടെസ്റ്റ് വർക്കിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള പെയിൻറ്റിങ്ങും അതിനോടനുബന്ധിച്ച് വന്ന വർക്കുകളാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ ബോഡി ഫുള്ളായിട്ട് അയച്ചിട്ട് നമ്മൾ പെയിൻറ്റിങ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് പാർട്സുകൾ നമുക്ക് 1-2 പാർട്സുകളൊക്കെ നമുക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. കാരണം അതിനകത്ത് നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഹെഡ് ലൈറ്റ് അസംബ്ലി അതേപോലെ ഇൻഡിക്കേറ്റർ ഇതൊക്കെ നമ്മൾ മാറ്റിയിട്ടാണ്. നമ്പർ പ്ലേറ്റ് പുതിയത് പഞ്ച് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കണ്ണാടി 2 കണ്ണാടി, ഇതിൻ്റെ ഈ മീറ്ററിൻ്റെ ഗ്ലാസ്, അതേപോലെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ടെയിൽ അസംബ്ലി, ബാക്കിൽ വരുന്ന ടെയിൽ ലൈറ്റിൻ്റെ അസംബ്ലി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അതിനോടനുബന്ധിച്ച് തന്നെ അത്യാവശ്യം കുറച്ച് പാർട്സുകൾ. പിന്നെ ഹാൻഡിലിൻ്റെ ഈ കവറൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ ഇത് പുതിയത് വെച്ചേക്കണം. അത് മൊത്തം പൊട്ടി പോയ കാരണം ഇത് മാറ്റിയേക്കണ പാർട്സ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഐറ്റംസ് മാറ്റിയത്. ഫൈബർ കവർ നമുക്ക് ഫുള്ളായിട്ട് പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അതുമ്മ അഡ്ജസ്റ്റ് ചെയ്തിട്ടാലും പിന്നീട് അത് പണിയാവും എന്നുള്ളതുകൊണ്ട് നമ്മളത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ട് മൺകാടുമ്പോഴത്തെ ബ്രാക്കറ്റ് നമുക്ക് ഇത് ഒരു രീതിയിലും പിടിപ്പിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലിരിക്കുന്നത്. അതുകൊണ്ട് അത് സെറ്റ് ചെയ്തിട്ടില്ല. ഇപ്പം നിലവിൽ പെയിൻറ്റ് ചെയ്ത് അത് ഇല്ലാതെയാണ് പിടിപ്പിച്ചത് കേട്ടോ. പിന്നെ ഹെഡ് ലൈറ്റ് അസംബ്ലി, അതേപോലെ ഇൻഡിക്കേറ്ററുകൾ 2 ഇൻഡിക്കേറ്റർ അസംബ്ലി നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ്, ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിള്, അതേപോലെ ലെഫ്റ്റ് സൈഡിലെ ഫ്ലോറിൻ്റെ ഇത് നല്ല രീതിയിൽ തുരുമ്പിട്ട് പോയിരുന്നു. അപ്പോൾ അതാണ് ഇത് മാറ്റിയിട്ടുണ്ട്. മറ്റേ ഭാഗം നമ്മൾ അത്യാവശ്യം പാച്ച് വർക്ക് ചെയ്തിട്ട് വലിയ ഇതില്ലാത്തത് കാരണം 2 കൂടി മാറുമ്പോൾ നമുക്ക് നല്ല എമൗണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ട് പോയേക്കുന്ന ഭാഗം മാത്രം മാറ്റിയിട്ട് ബാക്കിയത്തെ നമ്മൾ പാച്ച് വർക്ക് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തേക്കാം കേട്ടോ. ബാക്കിൽ ടൈലൈറ്റ് അസംബ്ലി മാറ്റിയാണെന്ന് വെച്ചാൽ ബ്രേക്ക് ലൈൻ്റെ ഈ സൈഡിലൊക്കെ അത് പൊട്ടിപ്പോയിട്ടാവും. ഇതുണ്ടോ, അപ്പോൾ അത് മാറ്റി പുതിയതിട്ടാണ്. പിന്നെ സ്പീഡോമീറ്ററിൻ്റെ ഗ്ലാസ് മാത്രമായിട്ട് മാറ്റിയിട്ടുണ്ട്. മീറ്റർ വർക്കിംഗ് അല്ല, കാരണം എന്ന് വെച്ചാൽ ആ മീറ്റർ ജാമാണ്, ടൈറ്റാണ്. പക്ഷേ എങ്കിൽ കൂടി നമുക്കൊരു പുതുമ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലാസും മാറ്റി ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്വിച്ചുകളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ടൈപ്പ് സ്വിച്ചുകൾ വരാം, അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. മിറർ ഒരു സൈഡ് ഉണ്ടായില്ല, അപ്പോൾ ഒരു സൈഡ് ഉണ്ടായുള്ളൂ. അപ്പോൾ നമുക്കത് മറ്റേതും കൂടി മാറ്റേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അത് മാറ്റി ക്ലിയർ ചെയ്തിട്ടുണ്ട്. ചോക്കിൻ്റെ കേബിൾ, ബ്രേക്കിൻ്റെ ലിവർ, അത്ര ഐറ്റംസൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടാണ്. പിന്നെ എന്ന് വെച്ചാൽ ഇത് നമ്മൾ ടെസ്റ്റുമായി ബന്ധപ്പെട്ട വർക്കുകൾ മാത്രമാണ് ചെയ്തേക്കണേ. പിന്നെ എന്താ നമുക്ക് അതിൻ്റെ എൻജിൻ സൈഡിൽ നിന്ന് നമുക്ക് സൗണ്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളത് ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞതാണ്. അതും പ്രകാരം നമുക്ക് നോക്കുന്ന സമയത്ത് ചെറിയൊരു മുഴക്ക സൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ക്രാങ്കിൻ്റെ. അപ്പോൾ അത് അത്യാവശ്യം ഉപയോഗിക്കാൻ കിട്ടുമെന്ന് വേണം നമുക്ക് വിചാരിക്കാനായിട്ട്. എത്രത്തോളം കംപ്ലയിൻറ്റ് പെട്ടെന്ന് വരുമെന്ന് നമുക്കറിയില്ല. നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ടെസ്റ്റുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് ചെയ്തേക്കണേ. എൻജിൻ്റെ സൗണ്ട് വേരിയേഷൻ ഉണ്ട്, അത് ഞാൻ കൃത്യമായിട്ട് അറിയിച്ചിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ പരമാവധി ഓടിക്കുക, അതിന് നോക്കിയിട്ട് കംപ്ലയിൻ്റ് ആണെന്ന് നമുക്ക് എൻജിൻ വർക്കും കൂടിയൊക്കെ വരുമ്പോൾ നല്ല എമൗണ്ടിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ നമ്മളിത് ബാക്കിയത്തെ വർക്കാണ് ചെയ്തേക്കണം. അത് നീറ്റായിട്ട് തന്നെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ബില്ലും ഡീറ്റെയിൽസും ഒരു ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ.